ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അതായത് എനിക്ക് പല്ലിന് ചെറിയ പഴുപ്പൊക്കെ വന്നു. അതുകൊണ്ട് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദമാമിലെ അല്ലോഹ മാളിലാണ് കേട്ടോ. ഈ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ജ്വല്ലേഴ്സിൻ്റെ വെറൈറ്റി കളക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും എന്താ പറയുക, നമുക്ക് അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പിന്നെ സിൽവേഴ്സിൻ്റെ മാലയുണ്ട്, അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ മാലയുണ്ട്, പിന്നെ വെറൈറ്റി കമ്മലുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് തിരിച്ചു പോകുമ്പോൾ വാങ്ങാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കുറേ ഫ്ലവറൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചു. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ 2-3 ഫ്ലവറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ നിന്നൊരു ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ, അതായത് ഈ ഷോക്കേസിൽ വെക്കാനും വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നാട്ടിലൊക്കെ പോകുന്ന ആളുകൾക്ക് നല്ല സുഖമാണ്. കാരണം ഇവിടുന്ന് ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലാസ്ക് ആയാലും അതേമാതിരി നമുക്ക് ബാഗായാലും അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിലേക്ക് പോകുന്ന വീട്ടിലേക്കൊക്കെ കൊടുത്തു വിടുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുമുള്ള ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഞാൻ നേരെ വന്നത് ബേഗിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അടിപൊളി ബേഗ്സാണ്, അതായത് വിൻറ്റേജ് ലുക്കിലുള്ള ആ ഒരു ബേഗിൻ്റെ വെറൈറ്റി ബേഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റിൽ വരുന്ന ഈ ഒരു ബേഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ ഒരു ബേഗ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പമ്പേഴ്സ് ഉണ്ട്, സ്നെഗ്ഗി ഉണ്ട്, അതുപോലെ തന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേ ഫ്രീ ഉണ്ട്. ഇതൊക്കെ ഓരോ ബ്രാൻഡിൻ്റെ കേട്ടോ. അതായത് നമ്മൾ ഓരോരുത്തർ ഓരോ ബ്രാൻഡായിരിക്കുമല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തായാലും ഈ വന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഒരു സ്റ്റേ ഫ്രീ കൂടെ എടുത്ത് ഇതിലിട്ടും. ഇത് കണ്ടോ നിങ്ങൾ, ഇതൊക്കെ ഗ്ലാസ് ആണ് കേട്ടോ. പല വെറൈറ്റിയിലുള്ള ഗ്ലാസ് കണ്ടിട്ട് തന്നെ കൊതിയാകുന്നുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ പല ഡിസൈനിലും പല മോഡലൊക്കെ ഉള്ള ഗ്ലാസ്സൊക്കെ ഇതിലുണ്ട്. പക്ഷെ ഇതൊക്കെ വരുന്നത് കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഒരു പീസ്, അതായത് 5 പീസൊക്കെ ഉണ്ടാവും ഇതിൽ. ഇതൊക്കെ ഈ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 5 റിയാലാണ് സ്റ്റാർട്ടിങ്. അതുകൂടാതെ അത് ആ ഫ്ലാസ്കിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. അതെല്ലാം കണ്ടിട്ട് എനിക്ക് കൊതിയാകുന്നുണ്ട്. കാരണം ഒത്തിരി ഫ്ലാസ്ക് ഉണ്ട്, പല വെറൈറ്റി കളറിലൊക്കെ ഉള്ള ഫ്ലാസ്കുകൾ ഇത് അവിടെ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ സിയുടെ സിറം. ഞാൻ തപ്പി അത് കണ്ടുപിടിച്ചു. അങ്ങനെ എൻ്റെ ഫേസിൽ മൊത്തം ബ്ലാക്ക് പിമ്പിൾസ് ആയത് കാരണം എനിക്ക് എന്താ പറയുക, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാനൊരു വൈറ്റമിൻ സി എടുത്തു. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇതിനിടയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാചകടി മാത്രമേ ഉള്ളൂ, ഇവിടെ സാധനങ്ങളൊന്നും എടുക്കുന്ന കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി എടുക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ നോക്കി ഞാനിത് ആ ചെരുപ്പിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും ചെരുപ്പ് എടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ നേരത്തെയുള്ള ഷൂ പൊട്ടിയത് കാരണം ഞാനൊരു ഷൂ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റോസ് ഷൂ ഇതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഷൂ.
താഴത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ദാ സെക്കൻഡ് ഫ്ലോറിൽ എത്തി. അങ്ങനെ ഇവിടെ മലയാളീസിൻ്റെ ഷോപ്പാണ് കേട്ടോ, ഇത് സെനോറ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നാട്ടിൽ നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള മലയാളി എന്താ പറയുക, ആ നാടൻ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പം നേരത്തെ ഞാനിവിടെ വന്ന സമയത്ത് ഒരു ബാങ്കിൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പാകമില്ലാത്തത് കൊണ്ട് അന്ന് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനൊരു ബാങ്കിൾ നോക്കി. അപ്പോൾ ഇതെനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് നല്ല എന്താ പറയുക ബ്ലാക്കിലൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നമ്മുടെ റോസ് ഗോൾഡിൻ്റെ ആ ഒരു ടൈപ്പാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാനിതൊരെണ്ണം എടുത്തു. പിന്നെ ഞാനൊരു ചെറിയൊരു, എനിക്ക് ജിമിക്ക അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജിമിക്ക എടുത്തില്ല. ഞാൻ വേറൊരു ചെറിയൊരു സ്റ്റഡ്, വൈറ്റ് കല്ല് വരുന്നൊരു സ്റ്റഡ് ഞാൻ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്